ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ എഫ് എം ആണ്. അതെന്താ മക്കളെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയാൻ കാരണം ടോട്ടൽ എഫ് എമ്മിൽ 80 മാർക്സിൻ്റെ പോർഷനാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് ആണല്ലോ. അതിൽ 15 to 20 മാർക്സിന് വരെ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ടോട്ടൽ എഫ് എമ്മിൻ്റെ 25 to 30% മാർക്കും ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞ സിംഗിൾ പോർഷൻ എന്നാണ് എക്സാമിന് ചോദിക്കുന്നത്. സോ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മാത്രമല്ല ഒരു സിമ്പിൾ ടോപ്പിക്കും കൂടിയാണ്. നമുക്ക് ഒരുപാട് പ്രോബ്ലം കവർ ചെയ്യാനുണ്ട്. എബവ് 50 ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ടോപ്പിക് ബേസിൽ കോൺസെപ്റ്റ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ആ കോൺസെപ്റ്റ് നല്ലപോലെ തറവാക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാനും പറ്റും. കോൺസെപ്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും ഡിഫറൻ്റ് ആയിരിക്കും. എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് നമുക്ക് മനസ്സിലാവില്ല. സോ നമുക്ക് ഇക്വേഷൻസും കോൺസെപ്റ്റും പറഞ്ഞ് മാത്രം കംപ്ലീറ്റ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്, എന്താണ് മക്കളെ ക്യാപിറ്റൽ ബജറ്റിംഗ്? ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ, നമ്മുടെ കയ്യിൽ ഒരു 10 lakh rupees ക്യാഷ് ഉണ്ടെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിളാണ്, ഒരു 10 lakh rupees നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബാങ്കിൽ FD ഇൻവെസ്റ്റ് ചെയ്യാം, സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളൊരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു റെസ്റ്റോറൻറ്റാണ്, എനിക്കൊരു 10 lakh rupees റിക്വയർമെൻറ്റ് ഉണ്ട്. നിൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഒരു 10 lakh rupees താ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫ്രണ്ടാണല്ലോ, നിങ്ങൾ എന്തായാലും 10 lakh rupees അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ബിസിനസ് സ്റ്റഡീസൊക്കെ നിങ്ങൾ നടത്തി ഒരു 10 lakh rupees നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് നിങ്ങൾ അവരോട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ആൻസർ പറഞ്ഞോട്ടെ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ 10 lakh rupees പ്രോഫിറ്റൊക്കെ അങ്ങ് മാറ്റി നിർത്ത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10 lakh rupees മിനിമം എത്ര വർഷം കൊണ്ടാണ് എനിക്ക് തിരിച്ചു കിട്ടുക? ഇതല്ലാതെ നമ്മൾ മിനിമം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പ്രോഫിറ്റൊക്കെ പിന്നെയല്ലേ. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര വർഷം വെയിറ്റ് ചെയ്യണം? ഈ ചോദ്യത്തിൻ്റെ ആൻസറിന് വിളിക്കുന്ന പേരാണ് പേ ബാക്ക് പീരിയഡ്. എന്താ മക്കളെ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര വർഷം വെയിറ്റ് ചെയ്യണം? ഇതിൻ്റെ ആൻസറാണ് പേ ബാക്ക് പീരിയഡ്. പേ ബാക്ക് പീരിയഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സായിട്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ ടെക്നിക്സും കംപ്ലീറ്റ് ചെയ്യും. ഒരുപാട് ടെക്നിക്സ് ക്യാപിറ്റൽ ബജറ്റിങ്ങിൽ നമ്മൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ടെക്നിക്സാണ് നമ്മൾ പറഞ്ഞത് പേ ബാക്ക് പീരിയഡ്. ഇനിയും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ, അതിൻ്റെ ആൻസറാണ് പേ ബാക്ക് പീരിയഡ്. ഡിസ്കസ് ചെയ്തോട്ടെ. യെസ്, ദ ടൈം പീരിയഡ് ഓഫ് ഏബിൾ ടു റിക്കവർ ദ ഇൻവെസ്റ്റ് എമൗണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഒന്നും വേണ്ട, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? ഇതാണ് പേ ബാക്ക് പീരിയഡ്. ഫോർ എക്സാമ്പിൾ, പ്രൊജക്റ്റ് എ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇയർ 0, 1, 2, 3, 4. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ഇയർ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വർഷം. പിന്നെ 1ാമത്തെ വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം, 4ാമത്തെ വർഷം. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന, റിട്ടേൺ കിട്ടുന്ന ഇയേഴ്സ് ആണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വർഷം തന്നെ റിട്ടേൺ കിട്ടില്ലല്ലോ, അടുത്ത വർഷം മുതൽ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. യെസ്. സോ 0 ഇയറിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇയറിൽ നിങ്ങൾ 10,000 rupees ആണ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാ? 10,000 rupees. അടുത്ത വർഷം 1ാമത്തെ വർഷം അതിന് നിങ്ങൾക്ക് 4,000 rupees റിട്ടേൺ കിട്ടി. 10,000 rupees ഞാൻ നെഗറ്റീവ് ചെയ്യാനുള്ള കാരണം അത് ഔട്ട്ഫ്ലോ ആണ്. 10,000 rupees നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അടുത്ത വർഷം 1ാമത്തെ വർഷം 4,000 rupees നിങ്ങൾക്ക് ഇൻഫ്ലോ കിട്ടി. 2ാമത്തെ വർഷം വീണ്ടും ഒരു 3,000 rupees ഇൻഫ്ലോ കിട്ടി. 3ാമത്തെ വർഷം വീണ്ടും 3,000. 4ാമത്തെ വർഷം 4,000. ഇത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫ്ലോ. എങ്ങനെയാണ് നമ്മൾ പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുക? എന്താ പേ ബാക്ക് പീരിയഡ്? 10,000 rupees ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 10,000 rupees മിനിമം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര വർഷം വെയിറ്റ് ചെയ്യണം? അല്ലെങ്കിൽ എത്രാമത്തെ വർഷത്തിലാണ് എനിക്ക് ഈ 10,000 rupees ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടുന്നത്? 1ാമത്തെ വർഷം എത്ര കിട്ടിയിട്ടുള്ളൂ മക്കളെ? 4,000 rupees. 10,000 rupees കിട്ടിയോ? ഇല്ല. അപ്പോൾ 1ാമത്തെ വർഷം പേ ബാക്ക് പീരിയഡ് അല്ല. 2ാമത്തെ വർഷം 3,000 rupees. അപ്പോൾ 1ാമത്തെ വർഷം 4,000 rupees കിട്ടി, 2ാമത്തെ വർഷം ഒരു 3,000 rupees, ടോട്ടൽ 7,000 rupees. 2ാമത്തെ വർഷത്തെ എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് 7,000 rupees കയ്യിൽ ഉണ്ടാവും. അപ്പോഴും പേ ബാക്ക് പീരിയഡ് ആയിട്ടുണ്ടോ? ഇല്ലടാ, 10,000 rupees അല്ലേ നമ്മുടെ പേ ബാക്ക് പീരിയഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി 3ാമത്തെ വർഷം ഒരു 3,000 rupees കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ എത്രയായി? 1ാമത്തെ വർഷത്തെ 4,000 പ്ലസ് 2ാമത്തെ വർഷത്തെ 3,000 പ്ലസ് 3ാമത്തെ വർഷത്തെ 3,000, ടോട്ടൽ 10,000 rupees ആയി. ദാറ്റ് മീൻസ് അറ്റ് ദ എൻഡ് ഓഫ് 3rd ഇയർ ആണ് നിങ്ങളുടെ പേ ബാക്ക് പീരിയഡ്.
ക്ലിയർ ആണോടാ? ഇത് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. എങ്ങനെയാ? ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. ഒന്നാമത്തെ വർഷം എന്തെങ്കിലും ഇൻഫ്ലോ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഔട്ട്ഫ്ലോ മാത്രമേ ഉള്ളൂ. സോ ഞാൻ 0 കാണിച്ചു. ഒന്നാമത്തെ വർഷത്തിൽ ഒരു 4000 റുപ്പീസാണ് നിങ്ങളുടെ ഇൻഫ്ലോ. സോ ഞാൻ 4000 റുപ്പീസ് കാണിച്ചു. ഇനി ഓരോ വർഷത്തെ ഇൻഫ്ലോയും ഞാൻ ക്യുമുലേറ്റ് ചെയ്യാൻ പോവാം. നോക്കിയേ, ഒന്നാമത്തെ വർഷത്തെ ഇൻഫ്ലോ 4000 പ്ലസ് രണ്ടാമത്തെ വർഷത്തെ ഇൻഫ്ലോ 3000, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 7000 റുപ്പീസ്. ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള 10,000 റുപ്പീസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ, എത്തിയിട്ടില്ല. ഇനി രണ്ടാമത്തെ വർഷം നമുക്ക് ടോട്ടൽ 7000 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ വർഷം വീണ്ടും എനിക്ക് കിട്ടിയത് 3000 റുപ്പീസാണ്. 7000 പ്ലസ് 3000 നോക്കിയേ 10,000 റുപ്പീസായി. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. എത്രാമത്തെ വർഷത്തിലാണ് മക്കളെ തിരിച്ചു കിട്ടിയത്? തേർഡ് ഇയറിലാണ്. ദാറ്റ് മീൻസ് മൂന്നാമത്തെ വർഷത്തെ എൻഡിലാണ് എനിക്ക് പേ ബാക്ക് പീരീഡ് സംഭവിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോടാ? പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ. കോൺസെപ്റ്റ് മനസ്സിലായോ? യെസ്. ഇനി പ്രൊജക്റ്റ് ബി, അടുത്ത എക്സാമ്പിളാണ്. ഇതേപോലെ തന്നെ 0, 1, 2, 3, 4 നേരത്തെ പറഞ്ഞ സെയിം 10,000 റുപ്പീസാണ് നമ്മുടെ ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ നോക്കിയേ, ഒന്നാമത്തെ വർഷം തന്നെ 6,000 റുപ്പീസ് എനിക്ക് ഇൻഫ്ലോ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വർഷം 4,000 റുപ്പീസ്, മൂന്നാമത്തെ വർഷം 2,000, നാലാമത്തെ വർഷം 5,000. ക്യുമുലേറ്റീവ് ചെയ്തുകൂടെ? 0 ഇയറിൽ എനിക്ക് ഇൻഫ്ലോ ഒന്നും ഇല്ലല്ലോ, 0 ആണ്. ഒന്നാമത്തെ വർഷം 6,000 റുപ്പീസാണ് എൻ്റെ ഇൻഫ്ലോ. രണ്ടാമത്തെ വർഷം 6,000 പ്ലസ് 4,000, 10,000 റുപ്പീസ്. രണ്ടാമത്തെ വർഷമാകുമ്പോഴേക്കും ടോട്ടൽ എൻ്റെ കയ്യിൽ എത്ര എമൗണ്ട് എത്തും മക്കളെ? 10,000 റുപ്പീസ്. എത്ര എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്? 10,000 റുപ്പീസ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടിയല്ലോ. വിച്ച് ഇയർ? സെക്കൻഡ് ഇയർ. പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു സെക്കൻഡ് ഇയർ. ആൻസർ ഇസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഇങ്ങനെ 2 പ്രൊജക്റ്റാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. 2 പ്രൊജക്റ്റിലും നിങ്ങൾ 10,000 റുപ്പീസാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണല്ലോ. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ പ്രൊജക്റ്റ് എ സെലക്ട് ചെയ്യോ പ്രൊജക്റ്റ് ബി സെലക്ട് ചെയ്യോ? ആൻസർ പറഞ്ഞോട്ടേടാ. പ്രൊജക്റ്റ് എയിൽ ഈ 10,000 റുപ്പീസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് മൂന്നാമത്തെ വർഷമാണ്. പ്രൊജക്റ്റ് ബിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് രണ്ടാമത്തെ വർഷമാണ്. ഏതാ മക്കളെ ബെറ്റർ? പ്രൊജക്റ്റ് ബി അല്ലേ ബെറ്റർ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത്രയും ബെറ്റർ അല്ലേ? സോ ഗോ വിത്ത് പ്രൊജക്റ്റ് ബി. അതല്ലേ ഞാൻ ഒരു ഡിസിഷൻ കൊടുത്തത്. ലോവർ ദ പേ ബാക്ക്, ബെറ്റർ ദ ഓപ്ഷൻ. ഇവിടെ പേ ബാക്ക് പീരീഡ് സെക്കൻഡ് ഇയർ ആണ്, ഇവിടെയോ തേർഡ് ഇയർ ആണ്. ഏതാണ് ലോവർ ദ പേ ബാക്ക്? ഇതല്ലേ. സോ പ്രൊജക്റ്റ് ബി ആണ് ബെറ്റർ ഓപ്ഷൻ. ക്ലിയർ ഓർ നോട്ട്? യെസ്. ഇനി അടുത്ത എക്സാമ്പിൾ പ്രൊജക്റ്റ് സി. പ്രൊജക്റ്റ് സി ശ്രദ്ധിക്കണേ. ഇയർ 0, 1, 2, 3, 4 ഇവിടെയും 10,000 റുപ്പീസാണ് എൻ്റെ ക്യാഷ് ഫ്ലോ. ഇയർ 1 4,000 റുപ്പീസ്, ഇയർ 2 3,000 റുപ്പീസ്, ഇയർ 3 6,000, ഇയർ 4 4,000. ക്യുമുലേറ്റ് ചെയ്തൂടെ? ഒന്നാമത്തെ വർഷം 4,000 റുപ്പീസ് പ്ലസ് രണ്ടാമത്തെ വർഷത്തെ 3,000, 7,000 റുപ്പീസ് പ്ലസ് മൂന്നാമത്തെ വർഷത്തെ 6,000, 13,000 റുപ്പീസ്. രണ്ടാമത്തെ വർഷത്തെ എൻഡിൽ 7,000 റുപ്പീസ് ആയിട്ടുള്ളൂ. ക്യുമുലേറ്റ് ചെയ്യുമ്പോൾ 10,000 റുപ്പീസ് ആയോ? ഇല്ലടാ. അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ വർഷത്തെ എമൗണ്ടും കൂടെ ആഡ് ചെയ്തു. അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ എൻ്റെ ഇൻഫ്ലോ എത്രയാ? ടോട്ടൽ 13,000 റുപ്പീസ്. പേ ബാക്ക് പീരീഡ് ആയോ? പേ ബാക്ക് പീരീഡ് ആയി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ മക്കളെ പേ ബാക്ക് പീരീഡ്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് ഏത് സമയത്താണ് തിരിച്ചു കിട്ടുക? ഞാൻ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 10,000 അല്ലേ, 13,000 അല്ലല്ലോ. അപ്പോൾ എനിക്ക് ഈ 10,000 റുപ്പീസ് ഏത് വർഷമാണ് തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലാവണം. അത് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയറിൽ 7,000 റുപ്പീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ എല്ലാം നമുക്കറിയാം. കാരണം അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയറിൽ 13,000 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 2 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല. 2 വർഷം പ്ലസ് സം ടൈം മന്ത്സ്, കുറച്ച് മന്ത്സും ആയിട്ടുണ്ട്, കുറച്ച് മാസങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ വർഷത്തെ എൻഡിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? 2 വർഷം പ്ലസ് എത്ര മാസമാണ് കംപ്ലീറ്റ് ആയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഇക്വേഷനാണ് പേ ബാക്ക് പീരീഡ് 2 ഇയർ പ്ലസ്. കാരണം 2 വർഷം എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഷുവർ ആണല്ലോ. പ്ലസ് പിന്നെ എങ്ങനെ ചെയ്യുന്നത് നോക്കിയേ. എത്രയാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്? 10,000 റുപ്പീസ് അല്ലേ. 2 ഇയർ പ്ലസ് 10,000 മൈനസ് അറ്റ് ദ സെക്കൻഡ് ഇയറിൽ എത്രയാണ് എനിക്ക് കിട്ടിയ ഇൻഫ്ലോ? ടോട്ടൽ ഇൻഫ്ലോ 7,000 അല്ലേ. സോ 10,000 ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് എനിക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻഫ്ലോ 7,000 ഡിവൈഡഡ് ബൈ എത്രയാണ് മക്കളെ എനിക്ക് തേർഡ് ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻഫ്ലോ? 6,000 അല്ലേ. ഡിവൈഡഡ് ബൈ 6,000.
അപ്പോൾ എനിക്ക് കിട്ടും 2.5 ഇയർ ആണ് എൻ്റെ അക്യുറേറ്റ് പേ ബാക്ക് പീരിയഡ്. 2.5 ഇയർ ആണ് എൻ്റെ അക്യുറേറ്റ് പേ ബാക്ക് പീരിയഡ്. 2.5 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷവും 6 മാസവും. 3 വർഷം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എൻ്റെ ഇൻഫ്ലോ ടോട്ടൽ 13,000 ആയിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ടത് കറക്റ്റ് 10,000 റുപ്പീസ് ഏത് വർഷമാണ് കിട്ടിയിട്ടുള്ളതെന്നാണ്. അതേത് വർഷമാണ്? 2.5 ഇയർ. ക്ലിയർ ആണോ? ഇങ്ങനെയും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്ലിയർ? യെസ്. ഇപ്പോൾ 3 മെത്തേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി പ്രൊജക്റ്റ് സി. നെക്സ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഇയർ 0, 1, 2, 3, 4 ക്യാഷ് ഫ്ലോ നോക്കിയേ. ഞാൻ ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്യുന്നത് 12,000 റുപ്പീസാണ്. ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്യുന്നത് 12,000 റുപ്പീസ്. ഇയർ 1 4,500 റുപ്പീസാണ് എൻ്റെ ഇൻഫ്ലോ. ഇയർ 2 വീണ്ടും 4,500 എൻ്റെ ഇൻഫ്ലോ. ഇയർ 3 വീണ്ടും 4,500. ഇയർ 4 4,500. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി കണ്ടോടാ. എല്ലാ വർഷത്തെയും ഇൻഫ്ലോ കോൺസ്റ്റൻ്റ് ആണ്, ഒരേ എമൗണ്ട് ആണ് എൻ്റെ ഇൻഫ്ലോ. ശ്രദ്ധിച്ചോ അത്? യെസ്. ക്യൂമുലേറ്റ് ചെയ്തേ. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്നാമത്തെ വർഷം 4,500, രണ്ടാമത്തെ വർഷം വീണ്ടും 4,500, ടോട്ടൽ 9,000. മൂന്നാമത്തെ വർഷം വീണ്ടും 4,500, 13,500. നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നതല്ലേ, നമ്മൾ ഇതുവരെ ചെയ്തല്ലോ. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അതെന്താ മക്കളെ ഇതേപോലെ ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം 12,000 റുപ്പീസാണ് എൻ്റെ ഇൻഫ്ലോ, എൻ്റെ ഔട്ട് ഫ്ലോ. ഇവിടെ നമുക്ക് അങ്ങനെ അക്യുറേറ്റ് ഫിഗർ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. 9,000 ആണ് സെക്കൻഡ് ഇയറിൽ, 13,500 ആണ് തേർഡ് ഇയറിൽ. സോ 2 ഇയർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവിടെ എന്താ സ്പെഷ്യാലിറ്റി? നമ്മുടെ ഇൻഫ്ലോ എല്ലാ വർഷവും സെയിം ആണ്. ഇൻഫ്ലോ എല്ലാ വർഷവും സെയിം ആണെങ്കിൽ നമുക്കൊരു ഈസി മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അതെന്താ? ഒന്നാമത്തെ വർഷം 4,500 ആണ്, രണ്ടാമത്തെ വർഷം 4,500 ആണ്, മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ വർഷം 4,500 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് നമുക്ക് കിട്ടേണ്ട എമൗണ്ട്? 12,000 അല്ലേ? സോ നമുക്ക് ഈസി ആയിട്ട് 12,000 റുപ്പീസ് ഡിവൈഡഡ് ബൈ ഓരോ വർഷവും കിട്ടുന്ന 4,500 റുപ്പീസിന് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല മക്കളെ എത്ര വർഷം കൊണ്ടാണ് നമ്മുടെ ഇൻഫ്ലോ തിരിച്ച് കിട്ടുക എന്നുള്ളത്. ഐ തിങ്ക് 2 ഇയർ പ്ലസ് ആയിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടും. സോ പേ ബാക്ക് പീരിയഡ് എല്ലാ വർഷത്തെയും ഇൻഫ്ലോ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് മീൻസ് ഈ 12,000 റുപ്പീസ് ഡിവൈഡഡ് ബൈ ആനുവൽ കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ. നോട്ട് ദി പോയിന്റ്, കോൺസ്റ്റന്റ്. ആനുവൽ കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ. എല്ലാ വർഷത്തെയും നമ്മുടെ ക്യാഷ് ഫ്ലോ സെയിം ഫിഗർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേടാ? ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തില്ല മക്കളെ? ഇവിടെ ഒന്നാമത്തെ വർഷം 4,000 ആണ്, രണ്ടാമത്തെ വർഷം 3,000 ആണ്. ഡിഫറൻറ്റ് ഫിഗർ ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 10,000 ഇനീഷ്യൽ ഇൻഫ്ലോ ഔട്ട് ഫ്ലോ കറക്റ്റ് ആണ്. ഡിവൈഡഡ് ബൈ 4,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? 3,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? 6,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? കൺഫ്യൂഷൻ അല്ലേ? ഇവിടെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടടാ. എല്ലാ വർഷവും 4,500 ആണ് നമ്മുടെ ഇൻഫ്ലോ. സോ ഞാൻ ടോട്ടൽ ഇയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 12,000 ഡിവൈഡഡ് ബൈ 4,500. അപ്പോൾ ഈ 12,000 റുപ്പീസ് എത്ര വർഷം കൊണ്ടാണ് എനിക്ക് തിരിച്ച് കിട്ടുക എന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെ നിങ്ങൾ പേ ബാക്ക് പീരീഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ 10 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ റെസ്റ്റോറൻറ്റിലേക്ക്. യെസ്. നിങ്ങൾ അവരോട് ചോദിച്ചു, യെസ് പേ ബാക്ക് പീരീഡ് ഒരു 5th ഇയർ ആണെന്ന് അവർ ആൻസർ പറഞ്ഞു. 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് പേ ബാക്ക് പീരീഡ് ആവും. എടുത്ത് ചാടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യടാ. എടുത്ത് ചാടി ഇൻവെസ്റ്റ് ചെയ്യരുത്. പേ ബാക്ക് പീരീഡിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പേ ബാക്ക് പീരീഡിൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞോട്ടെ. സിമ്പിളാണ്, ശ്രദ്ധിക്കണേ. 0 ഇയറിൽ 12,000 റുപ്പീസ് ആണല്ലോ നിങ്ങളുടെ ഇൻഫ്ലോ. നിങ്ങളിപ്പോൾ അവർക്ക് 12,000 റുപ്പീസ് ക്യാഷ് ആയിട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും നിങ്ങൾക്ക് അവർ 4,500 റുപ്പീസ് ഈച്ച് തിരിച്ചു തരും, റിട്ടേൺ തരും. അതല്ലേ നമ്മുടെ അഗ്രിമെൻറ്റ്? യെസ്. നോക്കിയേ, 4th ഇയറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4,500 ആണ്. 3rd ഇയറിലും കിട്ടുന്നത് 4,500 ആണ്. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 0 ഇയറിലെ 4,500ൻ്റെ സെയിം വാല്യൂ ആയിരിക്കുമോ 4th ഇയറിലെ 4,500-ന്? ശ്രദ്ധിക്കണേ. 0 ഇയറിലെ, അതായത് പ്രസന്റ് ഇയറിലെ 4,500 എന്ന് പറയുന്ന എമൗണ്ടിൻ്റെ സെയിം വാല്യൂ ആയിരിക്കുമോ 4th ഇയറിലെ 4,500-ന്? ഒരിക്കലുമല്ല. ഇപ്പോൾ പ്രസന്റ്ലി 4,500-ന് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ എമൗണ്ടിന് 4th ഇയറിൽ നമുക്ക് ആ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യൽ പോസിബിൾ അല്ല. ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ 1 റുപ്പീസിൻ്റെ വാല്യൂ അല്ല 4th ഇയറിലെ 1 റുപ്പീസിൻ്റെ വാല്യൂ.
വാല്യൂ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും. ആണല്ലോ, ഇതൊരു ബേസിക് നോളജ് ആണല്ലോ, നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. യെസ്, ഈ ഒരു പ്രശ്നം പേ ബാക്ക് പീരീഡിലുണ്ട്. പേ ബാക്ക് പീരീഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വാല്യൂ മാത്രമാണ്. അതായത് 4500 രൂപയുടെ അന്നത്തെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലേ? 0 ഇയറിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. 4th ഇയറിലെ ആക്ച്വൽ ഫിഗർ, ആ സമയത്ത് എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത് ആ ഫിഗർ മാത്രമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ആക്ച്വലി ഈ 4500-ന് ഇപ്പോൾ ഈ വാല്യൂ ഒന്നുമില്ല. 4th ഇയറിൽ 4500-ന് 0 ഇയറിൽ അല്ലെങ്കിൽ പ്രസന്റ് ഇയറിൽ 4500-ന്റെ വാല്യൂ ഇല്ല. അപ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ഈ 4500-നൊക്കെ ഇപ്പോൾ പ്രസന്റ് ഇയറിൽ എത്ര വാല്യൂ ഉണ്ട്? അത് മേ ബി 3000 റുപ്പീസ് വാല്യൂ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ 3000 റുപ്പീസിന് ഞാൻ മേടിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും 4 വർഷം കഴിഞ്ഞാൽ 4500-ന് എനിക്ക് മേടിക്കാൻ പറ്റുക. കാരണം ഗോൾഡിനൊക്കെ ഇപ്പോൾ 3000 റുപ്പീസിന് എനിക്ക് ഒരു ഗ്രാം ഗോൾഡ് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ മേ ബി അതിന് 4500 റുപ്പീസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആക്ച്വലി അന്നത്തെ 4500 റുപ്പീസിന് ഇപ്പോഴത്തെ 3000 റുപ്പീസിൻ്റെ വാല്യൂ അല്ലേ ഉള്ളൂ മക്കളെ. സെയിം ലോജിക്ക്. അപ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? ഈ പറയുന്ന 4th ഇയറിൽ 4500-ന് ഇപ്പോഴത്തെ പ്രസന്റ് ഇയറിലെ എത്ര എമൗണ്ടിൻ്റെ വാല്യൂ ഉണ്ട്, അതിലേക്ക് ഞാൻ ഓരോ വർഷത്തെയും കൺവേർട്ട് ചെയ്യണം. അപ്പോഴാണ് പ്രസന്റ് ഇയറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന 12,000 റുപ്പീസ് വെച്ചിട്ട് എൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ എൻ്റെ റിട്ടേൺ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അഗ്രി ഓർ നോട്ട്? യെസ്. അങ്ങനെയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക്. ഓരോ വർഷത്തെയും എമൗണ്ട് ഞാൻ ഡിസ്കൗണ്ട് ചെയ്യാണ്. കുറച്ച് ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കാണ്, നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ശ്രദ്ധിക്കുക. യെസ്, പ്രൊജക്റ്റ് ബി ശ്രദ്ധിക്കണേ. ഇയർ 0, 1, 2, 3, 4. എത്രയാണ് എൻ്റെ ക്യാഷ് ഫ്ലോ? ഇയർ 0-ൽ 10,000 റുപ്പീസാണ് ഞാൻ ഔട്ട് ഫ്ലോ ആയിട്ട് കൊടുക്കുന്നത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്ര എമൗണ്ട് മക്കളെ? 10,000 റുപ്പീസ്. ഇയർ 1-ൽ 2,000 റുപ്പീസാണ് എൻ്റെ ഇൻഫ്ലോ. ഇയർ 2-ൽ 8,000 റുപ്പീസാണ് എൻ്റെ ഇൻഫ്ലോ. ഇയർ 3-ൽ 6,000, ഇയർ 4-ൽ 6,000. ഇതാണ് എൻ്റെ ഇൻഫ്ലോ. ഇനി നോർമൽ പേ ബാക്ക് പീരീഡ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം? ക്യൂമുലേറ്റ് ചെയ്യണം. 2,000 റുപ്പീസാണ് ഒന്നാമത്തെ വർഷം കിട്ടുന്നത്, രണ്ടാമത്തെ വർഷം 8,000. 2,000 റുപ്പീസ് പ്ലസ് 8,000, 10,000 റുപ്പീസ്. അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ ആണ് എൻ്റെ പേ ബാക്ക് പീരീഡ്. സിമ്പിൾ ആയിരുന്നു അല്ലേ? പക്ഷേ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പ്രസന്റ് ഇയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് 8,000 റുപ്പീസൊക്കെ റിട്ടേൺ കിട്ടുന്നത് ഏത് വർഷം മക്കളെ? സെക്കൻഡ് ഇയറിലാണ്. പ്രസന്റ് ഇയറിലല്ല, സെക്കൻഡ് ഇയറിലാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് 2 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് ഈ 8,000 റുപ്പീസ് എനിക്ക് റിട്ടേൺ കിട്ടുന്നത്. അത് ഇപ്പോഴത്തെ പ്രസന്റ് ഇയറിലെ 8,000 റുപ്പീസിൻ്റെ വാല്യൂ ഉണ്ടാവോ? വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് കണ്ടുപിടിക്കണം? ഈ 8,000 റുപ്പീസിന് സെക്കൻഡ് ഇയറിൽ എനിക്ക് കിട്ടുന്ന 8,000 റുപ്പീസിന് കറണ്ട് ഇയറിൽ എത്ര രൂപയുടെ വാല്യൂ ഉണ്ട്, അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? ആ വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ പോരെ? എന്നിട്ടും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ മക്കളെ? യെസ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിന് നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഫ്ലേഷൻ റേറ്റ് മാത്രമല്ല, ഒരുപാട് മാർക്കറ്റ് കണ്ടീഷൻസ് നമുക്കതിൽ കീപ്പ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ, ഈ വർഷം 10% ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് വെച്ചോ. അതായത് ഈ വർഷത്തെ 1 റുപ്പീസിന് അടുത്ത വർഷത്തെ ഈ വർഷത്തെ 1 രൂപക്ക് അടുത്ത വർഷം ഒരിക്കലും 1 രൂപയുടെ വാല്യൂ ഉണ്ടാവില്ല. വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. എത്ര പെർസെൻറ്റേജാ? 10% എന്ന് വെച്ചോ. ഓരോ വർഷവും 10% ഈച്ച് ആണ് വാല്യൂ കുറയുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അടുത്ത വർഷത്തെ വാല്യൂ കണ്ടുപിടിക്കുക? സ്റ്റാർട്ട് ചെയ്തോട്ടെ. 1/1.1 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാ? 1 റുപ്പീസ് ഡിവൈഡഡ് ബൈ എത്ര പെർസെൻറ്റേജ് മക്കളെ? 1.1. ഈ 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% അല്ലേ നമ്മൾ ഡിസ്കൗണ്ട്, അതാണ് ഈ 0.1. ക്ലിയർ ആണോ? 1 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റിലെ 1 റുപ്പീസ് ഡിവൈഡഡ് ബൈ 1.10. ഇനി 15% ആണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1.15. ഇനി 20% ആണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1.20. ഇനി 5% ആണെങ്കിലോ 1 ഡിവൈഡഡ് ബൈ 1.05. അപ്പോൾ ഈ 1-ന് ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പെർസെൻറ്റേജ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്ററിലൊന്നും ചെയ്ത് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇവിടെ ഞാൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അറ്റ് 10% ആണ് അസ്യൂം ചെയ്യുന്നത്. ഓരോ വർഷവും 10% ആണ് നമ്മളെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1 ഡിവൈഡഡ് ബൈ
ഒന്നാമത്തെ വർഷം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 1/1.1. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 0.90 ആയിരിക്കും. എല്ലാവരും കാൽക്കുലേറ്റർ ചെക്ക് ചെയ്താൽ മതി. 1/1.1 = 0.909. ക്ലിയർ ആണല്ലോ? അതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്, 0.909. ഇനി രണ്ടാമത്തെ വർഷം വീണ്ടും വാല്യൂ കുറയല്ലോ, വീണ്ടും 10% കുറയില്ലടാ. അപ്പം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1/1.1 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടുമല്ലോ, 0.909 എന്ന് കിട്ടുമല്ലോ കാൽക്കുലേറ്ററിൽ. എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിക്കരുത്, ഒരു തവണയും കൂടെ എൻ്റർ അടിച്ചെടുക്കുക, സം അടിക്കുക, ഈക്വൽ ടു അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഫിഗർ കിട്ടും, 0.826 എന്ന് പറയുന്ന ഫിഗർ കിട്ടും. കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യണം എല്ലാവരും. ഇനി മൂന്നാമത്തെ വർഷത്തെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 0.826 എന്ന് പറയുന്ന വാല്യൂ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഉണ്ടല്ലോ, ഒരു തവണ കൂടെ ഈക്വൽ ടു അടിക്കുക. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ ഫിഗർ കിട്ടും. ഇനി ഫോർത്ത് ഇയറിൽ ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തവണ കൂടെ ഈക്വൽ ടു അടിക്കുക. അപ്പോൾ ഫോർത്ത് ഇയറിൽ വാല്യൂ കിട്ടും. ക്ലിയർ ആണോടാ? മനസ്സിലായിട്ടുണ്ടോ? ഇനി എന്താണ് മക്കളെ ഈ പറയുന്ന ഫിഗറിൻ്റെ മീനിങ്? അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. എന്താണ് ഇതിൻ്റെ മീനിങ്? ഒന്നാമത്തെ വർഷത്തെ 1 റുപ്പീസിൻ്റെ വാല്യൂ 1 റുപ്പി തന്നെയാണ്. 0 ഇയറിൽ പ്രസൻറ്റ് ഇയറിലെ 1 രൂപയുടെ വാല്യൂ 1 രൂപ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. ഇനി ഒന്നാമത്തെ വർഷം, അതായത് നെക്സ്റ്റ് ഇയറിൽ 1 രൂപയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ 0.909 റുപ്പീസിൻ്റെ വാല്യൂ ഉള്ളൂ. അടുത്ത വർഷം നിങ്ങൾക്ക് 1 രൂപ കിട്ടുന്നതും ഈ വർഷം 0.909 റുപ്പീസ് കിട്ടുന്നതും സെയിം ആണ്. ഇനി രണ്ടാമത്തെ വർഷം നോക്കിയേ, 0.826 റുപ്പീസാണ് വാല്യൂ. ദാറ്റ് മീൻസ് രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് 1 രൂപ കിട്ടുന്നതും ഈ വർഷം 0.826 റുപ്പീസ് കിട്ടുന്നതും സെയിം ആണ്. രണ്ടാമത്തെ വർഷത്തെ 1 രൂപയ്ക്ക് എത്ര വാല്യൂ ഉള്ളൂ? ഈ വർഷം 0.826 റുപ്പീസ്. ഇനി മൂന്നാമത്തെ വർഷം നോക്കിയേ, 0.751, വീണ്ടും കുറഞ്ഞു. അതായത് മൂന്നാമത്തെ വർഷം 1 രൂപ കിട്ടുന്നതും ഈ വർഷം 0.751 റുപ്പീസ് കിട്ടുന്നതും സെയിം ആണ്. അപ്പോൾ മൂന്നാമത്തെ വർഷത്തെ 1 രൂപക്ക് പ്രസന്റ് ഇയറിൽ എത്ര വാല്യൂ ഉള്ളൂ? 0.751. ഇനി ഫോർത്ത് ഇയർ നോക്കിയേ, 0.683, വീണ്ടും വാല്യൂ കുറഞ്ഞു. ഫോർത്ത് ഇയറിൽ നിങ്ങൾക്ക് 1 രൂപ റിട്ടേൺ കിട്ടുന്നതും ഇപ്പോൾ 0.683 റുപ്പീസ് റിട്ടേൺ കിട്ടുന്നതും സെയിം ആണ്. ക്ലിയർ ആണോടാ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ ഡിസ്കൗണ്ടഡ് റേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ എഫക്റ്റും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നോക്കി എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. 0 ഇയറിൽ 10,000 റുപ്പീസാണ് എൻ്റെ ഔട്ട് ഫ്ലോ, ഇൻറ്റു 1 10,000 റുപ്പീസ് ഔട്ട് ഫ്ലോ. ഇനി ഫസ്റ്റ് ഇയറിൽ 2,000 റുപ്പീസാണ് ആക്ച്വലി എനിക്ക് റിട്ടേൺ കിട്ടുന്നത്. പക്ഷേ പ്രസന്റ് ഇയറിൽ ഈ 2,000 റുപ്പീസിന് ഇത്രയും വാല്യൂ ഉണ്ടോ? വാല്യൂ ഇല്ല. കാരണം എന്താ? 1 രൂപയുടെ വാല്യൂ 0.909 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 2,000 റുപ്പീസ് ഇൻറ്റു 0.909, 1818. ദാറ്റ് മീൻസ് ഒന്നാമത്തെ വർഷം നിങ്ങൾക്ക് 2,000 രൂപ ഇൻഫ്ലോ കിട്ടുന്നതും കറണ്ട് ഇയറിൽ 1,818 രൂപ ഇൻഫ്ലോ കിട്ടുന്നതും സെയിം എഫക്റ്റ് ആണ്. 2,000 രൂപക്ക് ഈ വർഷം എത്ര വാല്യൂ ഉള്ളൂ? 1,818 രൂപയുടെ വാല്യൂ ഉള്ളൂ. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി സെക്കൻഡ് ഇയറിൽ 8,000 ഇൻറ്റു 0.2826, അതായത് 6,608 രൂപ. ക്ലിയർ ആണോ? മൂന്നാമത്തെ വർഷം വീണ്ടും 6,000 ഇൻറ്റു 0.751, 4,506 രൂപ. നാലാമത്തെ വർഷം 6,000 ഇൻറ്റു 0.683, 4,098. ക്ലിയർ? സോ അതോടുകൂടെ നമ്മുടെ ഇൻഫ്ലോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ശ്രദ്ധിക്കണേ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. ഡിസ്കൗണ്ടഡ് ക്യൂമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. ഇത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ, ഇത് ഡിസ്കൗണ്ടഡ് ക്യൂമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. ക്യൂമുലേറ്റ് ചെയ്യേണ്ട മക്കളെ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. യെസ്. ഒന്നാമത്തെ വർഷം എത്ര മക്കളെ എനിക്ക് ഇൻഫ്ലോ കിട്ടിയത്? 1,818. ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തു, 1,818. 1,818 പ്ലസ് രണ്ടാമത്തെ വർഷം എത്ര ഇൻഫ്ലോ? 6,608. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വർഷം 8,426 രൂപയാണ് എൻ്റെ ഇൻഫ്ലോ. ടോട്ടൽ ഇൻഫ്ലോ എത്ര മക്കളെ? എൻ്റെ ഔട്ട് ഫ്ലോ 10,000 റുപ്പീസാണ്. ഔട്ട് ഫ്ലോ ആയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. സോ ഞാൻ നെക്സ്റ്റ് ഇയറും കൂടെ ആഡ് ചെയ്യുന്നു. നോക്കിയേ, തേർഡ് ഇയറിൽ 4,506 ആണ് എൻ്റെ ഇൻഫ്ലോ. സോ ടോട്ടൽ ഇൻഫ്ലോ അറിയാൻ വേണ്ടിയിട്ട് 8,426 പ്ലസ് 4,506 എത്ര കിട്ടി? 12,932. സോ അറ്റ് ദ തേർഡ് ഇയർ ടോട്ടൽ എൻ്റെ ഇൻഫ്ലോ എത്രയാണ്? 12,932. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇത് അക്യുറേറ്റ് 10,000 റുപ്പീസ് ആണോ? അല്ല. സോ ഞാൻ എന്ത് ചെയ്യണം? ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇക്വേഷൻ അറിഞ്ഞൂടാ. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരിയഡ് ഈക്വൽ ടു
2 year+. എന്തുകൊണ്ട് 2 year+ എന്ന് പറഞ്ഞു? നോക്കിയേ, അറ്റ് ദ സെക്കൻഡ് ഇയറിൽ 8,426 റുപ്പീസാണ് എൻ്റെ ഇൻഫ്ലോ ആണല്ലോ. പക്ഷെ തേർഡ് ഇയർത്തെ എൻഡ് ആകുമ്പോഴേക്കും അത് 12,000 സംതിങ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഇടയിലാണ് എൻ്റെ പേ ബാക്ക് പീരീഡ്. അപ്പോൾ 2 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 3-ാമത്തെ വർഷം എൻഡിലായിട്ടുമില്ല, അതിന് മുമ്പാണ്. സോ 2 year+ എത്രയാണ് മക്കളെ എൻ്റെ എൻ്റെ ഔട്ട്ഫ്ലോ? 10,000 റുപ്പീസ് അല്ലേ? 10,000 മൈനസ് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയറിൽ എത്ര എൻ്റെ ഇൻഫ്ലോ? 8,426 ഡിവൈഡഡ് ബൈ എത്രയാണ് തേർഡ് ഇയറിൽ എൻ്റെ ഇൻഫ്ലോ? 4,506. ക്ലിയർ ആണോ? ടോട്ടൽ 2.35 years ആണ് എൻ്റെ പേ ബാക്ക് പീരീഡ്. ക്ലിയർ ആണോടാ? കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? യെസ്. ഇനിയും ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ആദ്യം നമ്മൾ പേ ബാക്ക് പീരീഡ് കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ പറഞ്ഞു പേ ബാക്ക് പീരീഡിന് ലിമിറ്റേഷൻ ഉണ്ട്. എന്താ ലിമിറ്റേഷൻ പറഞ്ഞിരുന്നത്? ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അല്ലേ? 4th ഇയർത്തെ എമൗണ്ട്, ഫുൾ എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കൺസിഡർ ചെയ്യുന്നില്ല. അതിന് സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കൺസിഡർ ചെയ്തത്. അതോടുകൂടെ ടൈം വാല്യൂ ഓഫ് മണിയുടെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തു. കാരണം നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തിട്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയടാ. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? ലിമിറ്റേഷൻ ഉണ്ട്. ഒന്ന് ചിന്തിക്കുക, എന്തായിരിക്കും ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൻ്റെ ലിമിറ്റേഷൻ? ആലോചിച്ചടാ. ലിമിറ്റേഷൻ പറഞ്ഞോട്ടെ. ലിമിറ്റേഷൻ ഈസ് വെരി സിമ്പിൾ. എന്തെന്ന് പറയട്ടെ? പേ ബാക്ക് പീരീഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, പക്ഷേ പേ ബാക്ക് പീരീഡിന് ശേഷം നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ആണോ അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് 2.5th ഇയർ ആണ് നിങ്ങളുടെ പേ ബാക്ക് പീരീഡ് എന്ന് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തല്ലോ. ഓക്കെ. പക്ഷേ 2.5 വർഷം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റ് ആണോ അല്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? അറിയാൻ പറ്റുന്നില്ല. അതൊരു നെഗറ്റീവ് അല്ലടാ. കാരണം അതിനുശേഷം ബിസിനസ് റണ്ണിങ്ങിലല്ലേ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാത്രം തിരിച്ചു കിട്ടിയാൽ മതിയോ? അതിനുശേഷം പ്രോഫിറ്റും തിരിച്ചു കിട്ടണ്ടേ? സോ അതിനുശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ബിസിനസ്സിന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് പേ ബാക്ക് പീരീഡിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ സെക്കൻഡ് ഇയറിലാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു, അതിനുശേഷം ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. തേർഡ് ഇയർ മുതൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഡാറ്റ നമുക്ക് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും പേ ബാക്ക് പീരീഡിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്തു. പേ ബാക്ക് പീരീഡിന് സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ എന്താണ് നമ്മുടെ ബിസിനസ്സിന് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതാണ് പേ ബാക്ക് പീരീഡിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. അതിന് സൊല്യൂഷനായിട്ടാണ് പുതിയ മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്തായിരുന്നു? നെറ്റ് പ്രസന്റ് വാല്യൂ, NPV ഓർ നെറ്റ് പ്രസന്റ് വാല്യൂ. അതിന് സൊല്യൂഷനാണ് NPV. എന്താണ് NPV? NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ, പ്രോഫിറ്റ് ആണ് NPV. എന്താ പ്രോഫിറ്റ്? ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ എക്സ്പെൻസ്. ഇതല്ലേ പ്രോഫിറ്റ്? എങ്ങനെയാ? ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ എക്സ്പെൻസ്. സെയിം ആണ് NPV. നോക്കിയേ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ. പ്രസന്റ് വാല്യൂ അങ്ങ് മറക്ക്. ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട് ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഇൻഫ്ലോ മൈനസ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NPV = പ്രോഫിറ്റ്. ഇനി എന്താണ് ഈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ്? എന്താണ് ഈ പ്രസന്റ് വാല്യൂ? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടറിൽ ചെയ്തത് ഓർമ്മയുണ്ടോ മക്കളെ? നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ 4-ാമത്തെ വർഷം 6,000 റുപ്പീസ് ആയിരിക്കും. പക്ഷേ ആക്ച്വലി 6,000 റുപ്പീസിൻ്റെ വാല്യൂ അതിനുണ്ടോ? ഇല്ല. എത്രയേ ഉള്ളൂ? 4,098 റുപ്പീസിൻ്റെ വാല്യൂ ഉള്ളൂ. ഈ 4,098 റുപ്പീസിന് വിളിക്കുന്ന പേരാണ് പ്രസന്റ് വാല്യൂ. ഈ 6,000 റുപ്പീസിനെ നമ്മൾ 0 ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത് അല്ലേ? ഈ 6,000 റുപ്പീസ് 4-ാമത്തെ വർഷം കിട്ടുന്ന ഫിഗർ ആണ്. അതിന് 0 ഇയറിൽ എത്ര റുപ്പീസിൻ്റെ വാല്യൂ ഉണ്ട് അതല്ലേ നമ്മൾ ചെയ്തത്. അതിന് വിളിക്കുന്ന പേരാണ് പ്രസന്റ് വാല്യൂ ഫാക്ടർ. ക്ലിയർ ആണോ? അപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ ഡിസ്കൗണ്ട് ഫാക്ടർ കംപ്ലീറ്റ് ചെയ്തോളണം. കാരണം എന്താ? ഇക്വേഷൻ പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്നാണ്. ക്ലിയർ ആണോടാ? യെസ്, വെരി സിമ്പിൾ. എക്സാമ്പിൾ നോക്കിയേ. ഇൻ ലാസ്റ്റ് എക്സാമ്പിൾ
ലാസ്റ്റ് എക്സാമ്പിൾ മീൻ ഈ എക്സാമ്പിൾ ഇത്രയും എമൗണ്ട് ആണല്ലോ നമുക്ക് ഇൻഫ്ലോ കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് മനസ്സിലായി ഇത്രയും എമൗണ്ട് ആണ് എനിക്ക് ഈ ബിസിനസ് നിന്ന് ഇൻഫ്ലോ കിട്ടുന്നത്. 1818660845064098 ഇത്രയും എമൗണ്ട് ആണ് എൻ്റെ ഇൻഫ്ലോ. ഞാൻ ആ ഇൻഫ്ലോ ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇതാണ് എൻ്റെ ഇൻഫ്ലോ. ടോട്ടൽ എമൗണ്ട് എത്രയാ? 17,030 റുപ്പീസ് ആണ് ടോട്ടൽ ഈ ബിസിനസ് നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫ്ലോ. മൈനസ് എത്ര എമൗണ്ട് മക്കളെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ബിസിനസ്സിലേക്ക്? 10,000 റുപ്പീസ് ആണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോയിലെ ഇക്വേഷൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ 10,000 റുപ്പീസ് ഞാൻ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. 17,030 മൈനസ് 10,000 എത്രയാണ് മക്കളെ കിട്ടുന്ന NPV? 7030. 7,030 രൂപയാണ് ഈ ബിസിനസ് നിന്ന് എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. 7,030 രൂപയാണ് ഈ ബിസിനസ് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ഈ 7,030 രൂപയാണ് ഈ ബിസിനസ് നിന്ന് കിട്ടുന്ന NPVയും. രണ്ടും സെയിമാ. ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ഇതാണ് ഇക്വേഷൻ. അത് പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മാത്രം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡെസിഷൻ എടുക്കുക? പ്രോഫിറ്റ് 0ൽ കൂടുതലുള്ള ഫിഗർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? 5 രൂപ പ്രോഫിറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയും ഗോ വിത്ത് ദിസ് പ്രോജക്റ്റ്. കാരണം എന്താ? പ്രോഫിറ്റ് ഉണ്ടടാ. ഇനി 5 റുപ്പീസ് ലോസ് ആണെങ്കിലോ നിങ്ങൾ പറയും അത് ലോസ് ആണ് ആ ബിസിനസ്, നിങ്ങൾ അതിലേക്ക് മൂവ് ചെയ്യേണ്ട. സെയിം NPV പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നമ്മുടെ ആക്സെപ്റ്റ് ചെയ്യണം. NPV നെഗറ്റീവ് ഫിഗർ ആണെങ്കിലോ ജസ്റ്റ് റിജക്റ്റ് ഇറ്റ്. ക്ലിയർ ആണോടാ? യെസ്. ഇനി NPVക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോടാ? NPVക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ? NPVക്ക് നെഗറ്റീവ് ഉണ്ട്. NPVയുടെ നെഗറ്റീവിന് സൊല്യൂഷനാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. NPVയുടെ നെഗറ്റീവിന് സൊല്യൂഷനാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഡിസ്കസ് ചെയ്തോട്ടെ എന്താണ് NPVയുടെ ഡ്രോബാക്ക് എന്നുള്ളത്. ലെറ്റ് സ്റ്റാർട്ട്. A and B രണ്ട് പ്രൊജക്റ്റ് ഉണ്ട്. A and B. A പ്രൊജക്റ്റിൽ ഇൻഫ്ലോ 1,20,000 റുപ്പീസ് ആണ്. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. A പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.2 lakh റുപ്പീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ. B എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ. ഈ ഡാറ്റ വെച്ചിട്ടൊന്ന് പറഞ്ഞു തന്നെ മക്കളെ, നിങ്ങൾ ഏതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക? സ്വാഭാവികമായിട്ടും എയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ? മോസ്റ്റ് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ലൈനും കൂടി നോക്കിയേ. പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. നിങ്ങൾ ഈ പറയുന്ന രണ്ട് എമൗണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം? അതാണ് ഔട്ട്ഫ്ലോ. നോക്കിയേ, എയിലേക്ക് 1 lakh റുപ്പീസ് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ബിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് 2,000 റുപ്പീസ്. നോട്ട് ദി പോയിന്റ്. എയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്ര എമൗണ്ട് ആണ്? 1 lakh റുപ്പീസ്. 1 lakh റുപ്പീസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 1.2 lakh റുപ്പീസ് തിരിച്ചു കിട്ടും. ബിയിലേക്ക് ജസ്റ്റ് 2,000 റുപ്പീസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14,000 റുപ്പീസ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നില്ലടാ. നോക്കിയേ, ടോട്ടൽ പ്രോഫിറ്റ് എത്രയായിരിക്കും? 1 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ടോട്ടൽ 1.2 lakh റുപ്പീസ് റിട്ടേൺ കിട്ടുന്നു. പ്രോഫിറ്റ് 20,000 റുപ്പീസ്. ഇവിടെയോ 2,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ടോട്ടൽ 14,000 റുപ്പീസ് തിരിച്ച് കിട്ടുന്നു. 14,000 മൈനസ് 2,000 12,000 റുപ്പീസ് ആണ് നിങ്ങളുടെ റിട്ടേൺ. ഇനി ഒന്ന് പറഞ്ഞേ, ബിസിനസ് A ആണോ ബിസിനസ് B ആണോ ബെറ്റർ? ബിസിനസ് B ആണ് ബെറ്റർ. കാരണം എന്താ? വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നിങ്ങൾ നടത്തുന്നുള്ളൂ. പക്ഷേ റിട്ടേൺ കിട്ടുന്നതോ ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഒരുപാട് ടൈംസ് ആണ് റിട്ടേൺ കിട്ടുന്നത്. അല്ലേ? 2,000 റുപ്പീസിന്റെ ഒരുപാട് ടൈംസ് ആണ് 14,000 റുപ്പീസ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ മോസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിലോ 1 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.2 lakh റുപ്പീസ് ആണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ജസ്റ്റ് 20,000 റുപ്പീസ് മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നുള്ളൂ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ റിട്ടേൺ ഉള്ളൂ. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ NPV ആണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക? ഇതല്ലേ മക്കളെ NPV? ഈ പറയുന്ന ഫിഗർ അല്ലേ NPV? കാരണം എന്താ? ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ അല്ലേ NPV? 1.2 lakh മൈനസ് 1 lakh 20,000, 14,000 മൈനസ് 2,000 12,000. അപ്പോൾ ഈ രണ്ട് ഫിഗർ ആണ് NPV. NPV ബേസിൽ നിങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക? സ്വാഭാവികമായിട്ടും NPV ഏറ്റവും കൂടുതൽ ഏതാണോ അതല്ലേ സെലക്ട് ചെയ്യുള്ളൂ. നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് A ആയിരിക്കും. കാരണം A ആണ് 20,000 റുപ്പീസ് NPV ഉള്ളത്. പക്ഷേ A സെലക്ട് ചെയ്യുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. A അല്ല സെലക്ട് ചെയ്യേണ്ടത്. കാരണം B ചെറിയ പോക്കറ്റ് മണി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, എന്നാൽ തന്നെ ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. A ആണെങ്കിലോ 1 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ പെർസെൻറ്റേജ് ആയിട്ടുള്ള 20,000 റുപ്പീസ് മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുള്ളൂ.
പക്ഷേ NPV പറയുന്നു നിങ്ങൾ എ ആണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം എന്താ? മോസ്റ്റ് NPV എക്കാണ്. ഇവിടെയാണ് NPVക്ക് നമ്മൾ ഡ്രോബാക്ക് കണ്ടുപിടിക്കുന്നത്. എന്താണത്? ഡെസിഷൻ മേക്കിംഗ് ഓൺ ദി ബേസിസ് ഓഫ് NPV പ്രൊജക്റ്റ് എ ഇസ് ബെറ്റർ. കാരണം എന്താ? മോസ്റ്റ് NPV എക്കാണ്. ബട്ട് ഫോർ എ ഇൻവെസ്റ്റ്മെന്റ് ഇസ് വെരി ഹൈ. 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും 20,000 rupees മാത്രമേ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. ഇപ്പുറത്ത് 2,000 rupees ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും 12,000 rupees പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ക്ലിയർ? ഇനി എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക? ശ്രദ്ധിക്കണേ. സോ വി കാൽക്കുലേറ്റ് ടൈംസ് ഓഫ് ഇൻഫ്ലോ. ടൈംസ് ഓഫ് ഇൻഫ്ലോ നോക്കിയേ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന പുതിയ ടെക്നിക്സ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. എന്താണ് ഇക്വേഷൻ? പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. ശ്രദ്ധിക്കണേ. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. എങ്ങനെ കിട്ടുക? ഫോർ എനെ സംബന്ധിച്ചോളം എത്ര ഇൻഫ്ലോ? 1,20,000 rupees ആണ് ഇൻഫ്ലോ. 1,20,000 rupees ഡിവൈഡഡ് ബൈ എത്രയാണ് ഔട്ട്ഫ്ലോ? 1 lakh rupees. ദാറ്റ് മീൻസ് 1.2 ടൈംസ്. എന്താ അതിൻ്റെ മീനിങ്? 1.2 ടൈംസ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 1.2 ടൈംസ് ആണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത്. അല്ലടാ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 1 lakh rupees ആണ്. 1,20,000 rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 1.2 ടൈംസ് ആണ്. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ 1.2 ടൈംസ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. അതല്ല മീനിങ്? യെസ്. ഇനി ഫോർ ബി നോക്കിയേ. 14,000 rupees ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ 2,000 rupees ആണ് നിങ്ങളുടെ ഔട്ട്ഫ്ലോ. ഇതല്ല ഇക്വേഷൻ? ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഔട്ട്ഫ്ലോ. 14,000 rupees ആണ് നിങ്ങളുടെ ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ 2,000 rupees ആണ് നിങ്ങളുടെ ഔട്ട്ഫ്ലോ. ദാറ്റ് മീൻസ് 7 ടൈംസ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 7 ടൈംസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫ്ലോ. വിച്ച് വൺ ഈസ് ബെറ്റർ? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 1.2 ടൈംസ് ബെനിഫിറ്റ് കിട്ടുന്നതാണോ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 7 ടൈംസ് റിട്ടേൺ കിട്ടുന്നതാണോ ബെറ്റർ? സ്വാഭാവികമായിട്ടും 7 ടൈംസ് റിട്ടേൺ കിട്ടുന്നതിലിടാ ബെറ്റർ. ഈ കാൽക്കുലേഷനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ക്ലിയർ ആണോടാ? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മനസ്സിലായോ? യെസ്. സോ പേ ബാക്ക് പീരീഡിൻ്റെ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്നത്. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൻ്റെ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NPV കണ്ടുപിടിക്കുന്നത്. NPVയുടെ ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോടാ? കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? യെസ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമ്മൾ ഡിസിഷൻ എടുക്കുക. നോക്കിയേ, ഡിസിഷൻ മേക്കിംഗ് ഗ്രേറ്റർ ദാൻ 1 ആണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആക്സെപ്റ്റ്. ഇനി ലെസ് ദാൻ 1 ആണെങ്കിൽ ജസ്റ്റ് റിജക്റ്റ്. നോക്കിയേ, അതെങ്ങനെയാ? ഈ 1,20,000 പകരം നേരെ നമുക്ക് ഓപ്പോസിറ്റ് ചെയ്ത് നോക്കാം. 1 lakh ഡിവൈഡഡ് ബൈ 1,20,000. ഇങ്ങനെയാന്ന് വെച്ചോ. 1 lakh rupees ആണ് നിങ്ങളുടെ ഇൻഫ്ലോ, നിങ്ങളുടെ ഔട്ട്ഫ്ലോ 1,20,000 ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 0.8 ടൈംസ്. അല്ലേ? 1ലും കുറവാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ. എന്താ ഈ 0.8 ടൈംസിൻ്റെ മീനിങ്? നിങ്ങളുടെ ഔട്ട്ഫ്ലോക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 0.8 ടൈംസ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫ്ലോ. അതായത് 1,20,000 നിങ്ങൾ ഔട്ട്ഫ്ലോ ചെലവഴിച്ച് കഴിഞ്ഞാൽ 1 lakh rupees നിങ്ങൾക്ക് ഇൻഫ്ലോ കിട്ടുള്ളൂ. നഷ്ടമല്ലടാ? 20,000 rupees നഷ്ടമല്ലേ? ദാറ്റ് മീൻസ് 1നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. 1ഓ അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. കറക്റ്റ് 1 എങ്ങനെ കിട്ടുക? 1 lakh rupees ആണ് നിങ്ങൾക്ക് കിട്ടിയ റിട്ടേൺ, നിങ്ങൾക്ക് കിട്ടിയ ഇൻഫ്ലോ. നിങ്ങളുടെ ഔട്ട്ഫ്ലോ എത്ര തന്നെയാണ്? 1 lakh rupees ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. അതായത് 1 rupees പോലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ല. എത്രയാണ് ഔട്ട്ഫ്ലോ, ആ സെയിം എമൗണ്ട് ഇൻഫ്ലോ ആയിട്ട് കിട്ടി. നിങ്ങൾക്ക് വേണേൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം, ആസ് യു വിഷ്. ക്ലിയർ ആണോ? സോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യണം. ബിലോ 1 ആണെങ്കിൽ നിങ്ങൾ എന്തായാലും റിജക്റ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഡിസിഷൻ മേക്കിംഗ് ഓക്കെ ആണോ? ഇനിയും നമുക്ക് 2-3 കോൺസെപ്റ്റും കൂടെ പഠിക്കാനുണ്ട്. ARR, IRR എന്നൊക്കെ പറയുന്ന ഈസി ടോപ്പിക്കാണ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്ത് ഒരു പകുതിക്കാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. സോ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ 100% കവർ ചെയ്തു. ഇത് നിങ്ങൾ താറുമായിട്ട് ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. യെസ്. സോ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. യെസ്. ഫസ്റ്റ് ഏരിയ ഒന്ന് പോസ് ചെയ്യണേ. പോസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. സോ ഞാനിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സെക്കൻഡ് ഏരിയ, തേർഡ് ഏരിയ, ഫോർത്ത്,
ഫിഫ്ത്ത്, നെക്സ്റ്റ് ലാസ്റ്റ്. സോ ഈ കോൺസെപ്റ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം മക്കളെ. ഈ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്യാനുള്ളത്. ഇതിൻ്റെ എല്ലാ കോൺസെപ്റ്റും പഠിച്ചു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് വിത്തിൻ 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഒരുപാട് ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്, പക്ഷേ എല്ലാത്തിൻ്റെയും കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാനുള്ളത്. സോ ഒരു 2-3 ടോപ്പിക്കും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്കൊരു പകുതിയൊക്കെ ആവുന്ന സമയത്ത് ഡിസ്കസ് ചെയ്ത് പോകാം. അത് ഈസി ടോപ്പിക്കാണ്. മെയിൻ ടോപ്പിക് മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.